എല്ലാവർക്കും ഇന്നത്തെ ടാരോട്ട് മെസ്സേജസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് മെസ്സേജസാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. ഇനിയും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ അതോ മൂവ് ഓൺ ചെയ്യണോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. ആർക്കെങ്കിലും റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. അതുപോലെ മെസ്സേജസിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും വരും. നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇടയിലെ കറൻറ്റ് എനർജി എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ നോക്കാം, നിങ്ങൾക്കിടയിലെ കറൻറ്റ് എനർജി ഇപ്പോൾ എന്താണെന്ന് നോക്കാം കേട്ടോ. നിങ്ങൾക്കിടയിലെ കറൻറ്റ് എനർജി കിങ് ഓഫ് സോഡ്സ് ആണ് കേട്ടോ. കിങ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ ആ വ്യക്തിയെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഔട്ട്കം ആയിരിക്കും ലഭിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ ആ വ്യക്തിയെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഔട്ട്കം ആയിരിക്കും ലഭിക്കുക എന്നാണ് നോക്കുന്നത് കേട്ടോ. നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 6 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇത് വേണ്ട, മൂവ് ഓൺ ചെയ്യാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുകയാണ്, അവരെ വിട്ട് കളഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 8 ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത്. 8 ഓഫ് വൺസ്. ഇനി നിങ്ങൾക്കിടയിലെ പ്രധാന ബ്ലോക്ക് എന്താണെന്നാണ് നോക്കുന്നത്. നിങ്ങൾക്കിടയിലെ പ്രധാന ബ്ലോക്ക് എന്താണ്? നിങ്ങൾക്കിടയിലെ പ്രധാന ബ്ലോക്ക് എന്താണെന്ന് നോക്കുമ്പോൾ ടവർ എന്ന കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി എന്താണ് യൂണിവേഴ്സിന് നിങ്ങളെ അറിയിക്കാനുള്ളത്? എന്ത് അഡ്വൈസാണ് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരുന്നുള്ളതെന്ന് നോക്കാം നമുക്ക്. 4 ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിവിടെ ആദ്യം വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡ്സ് ആണ് കേട്ടോ. കാണാനുണ്ടല്ലോ അല്ലേ? അപ്പോൾ കിങ് ഓഫ് സോഡ്സ് ആണ് നമുക്കിവിടെ ആദ്യം വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കിടയിലെ കറൻറ്റ് എനർജി എന്താണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഇടയിലെ ഈ ഒരു റിലേഷൻ ഇമോഷണൽ അല്ല, വളരെ ലോജിക്കലായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത്. രണ്ടു പേർക്കിടയിലും വളരെ കോൾഡായിട്ടുള്ള പെരുമാറ്റമാണുള്ളത്. അതുപോലെ ഒരു ഡിസ്റ്റൻസ് നല്ല രീതിയിൽ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈഗോ ഒക്കെ കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് മനസ്സിലാവുന്നത്. നിങ്ങളിവിടെ നിങ്ങളുടെ ഹൃദയം ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ പോലും ചില ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഫീലിങ്സൊക്കെ വളരെ കുറവാണെന്ന് ഈ ഒരു കാർഡ് വരുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് നിങ്ങളുടെ ഈ റിലേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇവിടെ കാണാനുള്ളത് കേട്ടോ. പിന്നീട് നമുക്ക് 6 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുക, കാത്തിരുന്നാൽ നന്നാവുമോ എന്ന് നോക്കുമ്പോഴാണ് ഇത് വന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യാനുള്ള ശ്രമം നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കാനും നിങ്ങൾ വീണ്ടും സക്സസ് ഉണ്ടാവാനുള്ള സാധ്യത, അപ്പോൾ നിങ്ങൾ തന്നെ വിജയിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാനും ഉള്ള ചാൻസാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തന്നെ വിജയിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ നല്ല രീതിയിലുള്ള ക്ഷമ വേണം. പെട്ടെന്ന് അത് ഉണ്ടാവണം എന്നില്ല. അങ്ങനെയാണ് നമുക്ക് കാണുന്നത്. ഇനി നിങ്ങൾ അയാളെ വിട്ട് കളയുകയാണ്, ആ ഒരു വ്യക്തിനെ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോവുകയാണെങ്കിൽ 8 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 8 ഓഫ് വാൻഡ്സ് വരുമ്പോൾ ഒരു പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. ജീവിതം പെട്ടെന്ന് തന്നെ മാറി മറിയാം.
ലൈഫ് വളരെ സ്പീഡായി മാറാം. പിന്നെ അവിടെ ഡിലേ ആയിട്ടൊന്നും നടക്കുന്നില്ല. പുതിയ ബന്ധങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരാനും ഒക്കെ ഉള്ള ചാൻസാണ് കാണുന്നത്. ഈ പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ട് കളയുകയാണെങ്കിൽ പുതിയ കാര്യങ്ങളും പുതിയ ലൈഫും ഒക്കെ നിങ്ങളിലേക്ക് വളരെ വേഗം തന്നെ എത്തുമെന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ടവർ എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടവർ എന്ന കാർഡ് വരുമ്പോൾ നമ്മളിവിടെ നോക്കിയത് എന്താണ് നിങ്ങളുടെ ബ്ലോക്ക്, എന്താണ് നിങ്ങൾക്കിടയിലെ പ്രധാന ബ്ലോക്ക് എന്നാണ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഓൾറെഡി എന്തോ ഒരു ഷോക്കിംഗ് ഉള്ള സംഭവം സംഭവിച്ചു കഴിഞ്ഞു. എന്തോ ഒന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷനെ കുലുക്കി എന്ന് തന്നെ പറയാം. ഒരു സഡനായിട്ട് നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ വഴക്കോ ഫൈറ്റോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓൾറെഡി ഈ റിലേഷൻ ഷേക്ക് ആയതായിട്ടാണ് നമുക്ക് കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളുടെ ആ ഒരു റിലേഷൻ്റെ ഫൗണ്ടേഷൻ വളരെ വീക്കാണെന്ന് പറയാം. നിങ്ങൾക്കിടയിൽ ആ ഒരു വിശ്വാസം ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഈ ഒരു കാർഡ് ഇവിടെ വ്യക്തമാവുന്നത്. അപ്പോൾ ഇതാണ് ബ്ലോക്ക്. അപ്പോൾ ഇത് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ നിങ്ങൾ ഒരാളെങ്കിലും വിട്ടുകൊടുത്ത് നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ വരികയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഒരു ബ്ലോക്ക് മാറാനുള്ള സാധ്യതകളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് 4 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് എന്താണ് നിങ്ങൾക്കെന്ന് നോക്കുമ്പോഴാണ് നമുക്ക് 4 ഓഫ് കപ്സ് വന്നത്. അപ്പോൾ പാസ്റ്റ് പെയിനിൽ തന്നെ നിങ്ങൾ നിൽക്കരുതെന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഒന്നിനോടും ഇപ്പോൾ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. ഒരു ആകെ മൊത്തം മനസ്സും അടുത്ത മാതിരിയാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളുടെ പെയിനൊക്കെ വിട്ട് കളഞ്ഞ് നിങ്ങൾ ഹീൽ ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കേണ്ടതെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്കൊരു പെയിൻ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഈഗോനെ കൂട്ടാൻ വേണ്ടി നിങ്ങളിവിടെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അത്തരത്തിലുള്ള ഡിസിഷൻസ് ഒന്നും അല്ല നിങ്ങൾ എടുക്കേണ്ടത് എന്നും കൂടി ശ്രദ്ധിക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഇനി നമ്മളിത് മൊത്തത്തിലൊന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ റിലേഷനിൽ വളരെ ലോജിക്കായിട്ടാണ് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ഒട്ടും ഒരു ഫീൽ നിങ്ങൾക്കില്ല എന്ന് തന്നെ പറയാൻ രണ്ടുപേർക്കും ഇടയിൽ പ്രാക്ടിക്കലായി ചിന്തിച്ച് പ്രവർത്തിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇനി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളുടെ ക്ഷമ കുറച്ചധികം വേണം. കാരണം പെട്ടെന്നുണ്ടാവില്ല. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി തന്നെ വരും. പിന്നെ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ന്യൂ ബിഗിനിങ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നാണ് ഈ 8 ഓഫ് വാൻഡ്സ് ഇവിടെ പറയുന്നത്. പിന്നീട് നമുക്ക് ടവർ എന്ന കാർഡാണ്. എന്ത് ബ്ലോക്കാണ് വന്നത് നോക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒരു ഷേക്കിംഗ് ഒക്കെ ഈ റിലേഷനിൽ സംഭവിച്ചിട്ടുണ്ട്. വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ഇവിടെ ഒരു കാരണമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം മടുത്ത മാതിരി തോന്നുന്നുണ്ടാവാം എന്താ യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് എന്ന് നോക്കുമ്പോൾ. പക്ഷെ അതൊക്കെ നിങ്ങൾ വിട്ട് കളയുക. നിങ്ങളിലേക്ക് പെയിൻ വരാതെ നോക്കുക. നിങ്ങൾ ഫസ്റ്റ് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. പഴയതിൽ തന്നെ വിഷമങ്ങളിൽ തന്നെ നിൽക്കാതെ മുന്നോട്ട് പോവുക. അത് വെയിറ്റ് ചെയ്യാനാണെങ്കിലും ഇനി മൂവ് ഓൺ ചെയ്യാനാണെങ്കിലും മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിങ് കുറച്ച് പേർക്കെങ്കിലും റെസനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.